ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ലക്ഷ്മി ശ്രീ വിജയ. പ്രധാന വാർത്തകൾ. പശ്ചിമബംഗാളിൽ 15,000 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികളുടെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർവഹിച്ചു. തൊഴിൽ മേഖലയിൽ ഭാവി സാധ്യതകൾ മുന്നിൽ കണ്ട് ഉദ്യോഗാർത്ഥികൾ സ്വയം രൂപപ്പെടുത്തണമെന്ന് കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ. കർഷകരുടെ അന്തസ്സുയർത്താനും വരുമാനം വർദ്ധിപ്പിക്കുന്നതിനുമുള്ള ഇടപെടലുകളാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നതെന്ന് മുഖാമുഖം പരിപാടിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ. സംസ്ഥാന സർക്കാർ ജീവനക്കാരുടെ ശമ്പളവും പെൻഷനും മുടങ്ങില്ലെന്ന് മന്ത്രി കെ എൻ ബാലഗോപാൽ. സംസ്ഥാന വ്യാപകമായി പൾസ് പോളിയോ പ്രതിരോധ മരുന്ന് വിതരണം നാളെ. വനിതാ പ്രീമിയർ ലീഗ് ക്രിക്കറ്റിൽ ഇന്ന് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ മുംബൈ ഇന്ത്യൻസിനെ നേരിടും. ഐഎസ്എല്ലിൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് ബംഗളൂരു എഫ്സി പോരാട്ടം. വാർത്തകൾ വിശദമായി. പശ്ചിമബംഗാൾ സന്ദർശനത്തിന്റെ രണ്ടാമത്തെയും അവസാനത്തെയും ദിവസമായ ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാദിയയിലെ കൃഷ്ണനഗറിൽ 15,000 കോടി രൂപയുടെ വിവിധ വികസന പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചു. സംസ്ഥാനത്തെ വ്യാവസായിക വികസനം ത്വരിതപ്പെടുത്തുന്നതിന് റോഡ്, റെയിൽവേ, വ്യോമപാതകൾ എന്നിവ ബന്ധിപ്പിക്കുന്നതിന് കേന്ദ്രം പ്രവർത്തിക്കുകയാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ഊർജ്ജരംഗത്ത് സംസ്ഥാനത്തെ സ്വയം പര്യാപ്തമാക്കുന്നതിനുള്ള ശ്രമവും സർക്കാർ നടത്തിവരികയാണെന്ന് ശ്രീ മോദി വ്യക്തമാക്കി. തൊഴിൽ മേഖലയിൽ ഭാവിയിലെ അനന്തസാധ്യതകൾ മുന്നിൽ കണ്ട് ഉദ്യോഗാർത്ഥികൾ അതിനായി സ്വയം രൂപപ്പെടുത്തണമെന്ന് കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ. കേന്ദ്ര സർക്കാരിന് കീഴിൽ വനിതകൾക്കായുള്ള നാഷണൽ സ്കിൽ ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടും നെഹ്റു യുവകേന്ദ്ര സംഘാതനുമായി ചേർന്ന് കഴക്കൂട്ടത്ത് സംഘടിപ്പിച്ച തൊഴിൽ മേള ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു കേന്ദ്ര സഹമന്ത്രി. തൊഴിൽ മേഖലയിൽ നിലനിൽക്കുന്ന നൈപുണ്യ വിടവ് തിരിച്ചറിഞ്ഞ് പരിഹരിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാകണമെന്നും ശ്രീ വി മുരളീധരൻ പറഞ്ഞു. സംസ്ഥാനത്തിന്റെ കാർഷിക നവീകരണം സാധ്യമാക്കുന്നതിനും കർഷകരുടെ വരുമാനം വർദ്ധിപ്പിക്കുന്നതിനുമുള്ള ഇടപെടലുകളാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കർഷകരുമായി ആലപ്പുഴയിൽ നടന്ന മുഖാമുഖം പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. കാർഷിക മേഖല ആകർഷകമായതും അന്തസ്സുറ്റതുമായി സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളും കാണുന്ന ഒരു നില ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. കൃഷിയെ മുഖ്യ തൊഴിലായി ആശ്രയിക്കാൻ കഴിയുന്ന അവസ്ഥ ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട്. ഇതിനായി പുതിയ സാങ്കേതിക വിദ്യകളെ പ്രയോജനപ്പെടുത്തുകയും സഹകരണ മേഖലയുമായി ബന്ധപ്പെടുത്തി കാർഷിക മേഖലയ്ക്ക് വേണ്ട അടിസ്ഥാന സൌകര്യങ്ങൾ ഒരുക്കുകയും ചെയ്യുന്നുണ്ടെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. നവകേരള സദസ്സിന്റെ തുടർച്ചയായി സംസ്ഥാനത്ത് നടന്നുവരുന്ന മുഖാമുഖം പരിപാടിയുടെ സമാപന സംവാദം നാളെ എറണാകുളം കടവന്ത്ര രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടക്കും. 2000-ഓളം റെസിഡൻസ് അസോസിയേഷൻ പ്രതിനിധികളുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ സംവദിക്കും. വിദ്യാർത്ഥികൾ, യുവജനങ്ങൾ, സ്ത്രീകൾ, ആദിവാസി ദളിത് വിഭാഗങ്ങൾ, സാംസ്കാരിക പ്രവർത്തകർ, ഭിന്നശേഷിക്കാർ, പെൻഷൻകാർ, വയോജനങ്ങൾ, തൊഴിലാളികൾ, കർഷകർ തുടങ്ങി സമൂഹത്തിലെ വിവിധ മേഖലകളിലെ പ്രതിനിധികളുമായി മുഖാമുഖം പരിപാടിയിൽ മുഖ്യമന്ത്രി ആശയവിനിമയം നടത്തി. വയനാട് പൂക്കോട് സർവകലാശാലയിലെ വിദ്യാർത്ഥി സിദ്ധാർത്ഥിന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസ് ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷിക്കണമെന്ന് കെ മുരളീധരൻ എംപി. സംഭവത്തിന്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് സർക്കാരിനും സിപിഎമ്മിനും ഒഴിഞ്ഞുമാറാൻ സാധിക്കില്ലെന്ന് പറഞ്ഞ അദ്ദേഹം സംഘടനകളിൽ മാറി നിൽക്കാനുള്ള വിദ്യാർത്ഥികളുടെ അവകാശം മാനിക്കപ്പെടണമെന്നും ചൂണ്ടിക്കാട്ടി. പൂക്കോട് സംഭവത്തിൽ 2 പ്രതികൾ കൂടി പിടിയിൽ. സിൻജോ ജോൺ കൊല്ലം കരുനാഗപ്പള്ളിയിൽ പിടിയിലായി. മറ്റൊരു പ്രതി കാശിനാഥൻ പോലീസിൽ കീഴടങ്ങുകയായിരുന്നു. സിൻജോ ജോൺ അടക്കം 4 പേർക്കായി പോലീസ് ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. അതേസമയം സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട് കുറ്റക്കാർക്ക് പഠനവിലക്ക് ഏർപ്പെടുത്തി. ഇന്നലെ വൈകിട്ട് യൂണിവേഴ്സിറ്റി സെന്ററിൽ ചേർന്ന ആന്റി റാഗിംഗ് കമ്മിറ്റിയുടേതാണ് തീരുമാനം. കോളേജിലെ ആന്റി റാഗിംഗ് സ്ക്വാഡ് നടത്തിയ അന്വേഷണത്തിൽ 31 വിദ്യാർത്ഥികൾക്കാണ് പഠനവിലക്ക് ഏർപ്പെടുത്തിയത്. 19 വിദ്യാർത്ഥികൾക്ക് 3 വർഷത്തേക്കും 12 വിദ്യാർത്ഥികൾക്ക് 1 വർഷത്തേക്കുമാണ് വിലക്ക്. ഇന്ത്യ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാകുന്നതിൽ ഏറ്റവും സുപ്രധാനമാണ് ജനപങ്കാളിത്തത്തോടെയുള്ള വോട്ടെടുപ്പെന്നും വരാനിരിക്കുന്ന പൊതുതെരഞ്ഞെടുപ്പിൽ പ്രായപൂർത്തിയായ എല്ലാവരും തങ്ങളുടെ സമ്മതിദാനാവകാശം വിനിയോഗിക്കണമെന്നും പത്മശ്രീ പുരസ്കാര ജേതാവും കളരിപ്പയറ്റ് ആചാര്യനുമായ SRD പ്രസാദ് പറഞ്ഞു. മറ്റ് പല രാജ്യങ്ങളും അതിനുശേഷം ഉണ്ടായതും അതിനു മുമ്പുണ്ടായതും ഒക്കെ ഏകാധിപത്യത്തിലും ഒക്കെ അമർന്നപ്പോഴും ഇന്ത്യ ഒരു ജനാധിപത്യത്തിലേക്ക് കുതിച്ച് കയറുകയാണ് ഉണ്ടായത്. അതിന്റെ ഒരു കാരണം ജനങ്ങളുടെ വലിയ പങ്കാളിത്തമാണ്. അവർ സ്വമേധയാ അറിഞ്ഞ് വോട്ട് ചെയ്ത് നമ്മുടെ ജനപ്രതിനിധികളെ പാർലമെന്റിലേക്കും അസംബ്ലിയിലേക്കും അയക്കാൻ ഉണ്ടായ ആ ഒരു ഉൾപ്രേരണയുണ്ടല്ലോ, അതാണ്. അപ്പോൾ അടുത്ത് ഇനി ഇലക്ഷൻ വരാൻ പോവുക വീണ്ടും. അതിലേക്ക് ജനങ്ങളെല്ലാവരും പ്രായപൂർത്തി വോട്ടവകാശം നേടിയവരൊക്കെ തന്നെ എന്ത് ബുദ്ധിമുട്ടുകളുണ്ടായാലും ശരി ഇറങ്ങി വന്ന് വോട്ട് ചെയ്യണം എന്നാണ് എൻ്റെ അഭിപ്രായം.
സംസ്ഥാന സർക്കാർ ജീവനക്കാരുടെ ശമ്പളവും പെൻഷനും മുടങ്ങില്ലെന്ന് മന്ത്രി കെ എൻ ബാലഗോപാൽ കണ്ണൂർ ചെറുകുന്നിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സാങ്കേതികമായി ചില പ്രശ്നങ്ങളാണ് നിലവിലുണ്ടായതെന്നും സംസ്ഥാനത്തിന് ലഭിക്കേണ്ട 13,000 കോടി കേന്ദ്രം ഇതുവരെ നൽകിയില്ലെന്നും മന്ത്രി പറഞ്ഞു ഈ മാസം 13-ന് കേരളത്തിന്റെ കേസ് സുപ്രീംകോടതി പരിഗണിക്കുമെന്നും മന്ത്രി അറിയിച്ചു ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടിയായ നല്ല വാർത്ത എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 6:40-ന് പ്രക്ഷേപണം ചെയ്യുന്നതാണ് ഇന്ന് 6:30-ന്റെ പ്രാദേശിക വാർത്തകൾക്ക് ശേഷം നല്ല വാർത്ത കേൾക്കാവുന്നതാണ് സംസ്ഥാന വ്യാപകമായി പൾസ് പോളിയോ പ്രതിരോധ മരുന്ന് വിതരണം നാളെ നടക്കും സംസ്ഥാനതല ഉദ്ഘാടനം ആരോഗ്യമന്ത്രി വീണ ജോർജ് നിർവഹിക്കും 5 വയസ്സിന് താഴെയുള്ള 23,28,000-ത്തിലധികം കുട്ടികൾക്ക് പ്രത്യേകം സജ്ജീകരിച്ച ബൂത്തുകൾ വഴി തുള്ളിമരുന്ന് നൽകാനാണ് ലക്ഷ്യമിടുന്നത് ട്രാൻസിറ്റ് മൊബൈൽ ബൂത്തുകൾ ഉൾപ്പെടെ 23,471 ബൂത്തുകൾ പ്രവർത്തിക്കും രാവിലെ 8 മണി മുതൽ വൈകിട്ട് 5 മണി വരെയാണ് പോളിയോ ബൂത്തുകൾ പ്രവർത്തിക്കുന്നത് പൾസ് പോളിയോ പ്രതിരോധ മരുന്ന് വിതരണത്തിന്റെ ഭാഗമായി കണ്ണൂർ ജില്ലയിൽ 2,143 ബൂത്തുകൾ സജ്ജമാക്കി 1,74,030 കുട്ടികൾക്കാണ് ജില്ലയിൽ പോളിയോ തുള്ളിമരുന്ന് നൽകുക ഉദ്ഘാടനം നാളെ രാവിലെ 10-ന് ജില്ലാ ആശുപത്രിയിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി ദിവ്യ നിർവഹിക്കും അതേസമയം സമൂഹമാധ്യമങ്ങൾ വഴി പോളിയോ തുള്ളിമരുന്നിനെക്കുറിച്ച് വ്യാജ സന്ദേശം നൽകുന്നവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് ജില്ലാ വികസന കമ്മീഷണർ അറിയിച്ചു പത്തനംതിട്ട ജില്ലാ കളക്ടറായി എസ് പ്രേംകൃഷ്ണനെ നിയമിച്ച് ഉത്തരവായി 2017 ബാച്ച് IAS ഉദ്യോഗസ്ഥനായ അദ്ദേഹം കേരള സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് പ്രോജക്ട് ഡയറക്ടറായിരുന്നു ജില്ലാ കളക്ടറായിരുന്ന എ ഷിബുവിനെ പൊതുമരാമത്ത് വകുപ്പ് അഡീഷണൽ സെക്രട്ടറിയായാണ് നിയമിച്ചിരിക്കുന്നത് ഭക്ഷ്യോൽപ്പന്നങ്ങൾ വീടുകളിലെത്തിക്കാനുള്ള പദ്ധതിക്ക് റെയ്ഡ്കോ തുടക്കമിടുന്നു ഇതിലൂടെ 5,000 പേർക്ക് തൊഴിൽ ലഭ്യമാകുമെന്ന് റെയ്ഡ്കോ ചെയർമാൻ എം സുരേന്ദ്രൻ കണ്ണൂരിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം ചൊവ്വാഴ്ച രാവിലെ മാവിലായിയിലെ കറി പൌഡർ ഫാക്ടറിയിൽ എം വി ഗോവിന്ദൻ MLA നിർവഹിക്കും ഇടമലക്കുടി ഗ്രാമപഞ്ചായത്തിൽ ഈ വർഷം 100 കുടുംബങ്ങൾക്ക് ഉപജീവനമൊരുക്കാൻ കുടുംബശ്രീ ഊരുസംഗമത്തിൽ തീരുമാനം വിവിധ കുടികളിൽ നിന്നുള്ള അംഗങ്ങൾ പങ്കെടുത്ത ഊരുസംഗമം ഇടമലക്കുടിയുടെ കുരുമുളകിന്റെയും ഏലത്തിന്റെയും ബ്രാൻഡിംഗ് അടക്കമുള്ള പുതിയ സംരംഭങ്ങളെക്കുറിച്ചുള്ള ചർച്ചകൾ കൊണ്ടും ശ്രദ്ധേയമായി വിശദാംശങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ ഇക്കൊല്ലം സംസ്ഥാനത്തെ 3 ലക്ഷം അയൽക്കൂട്ടങ്ങൾക്ക് ഉപജീവനം ലക്ഷ്യമിട്ട് കുടുംബശ്രീ ആവിഷ്കരിച്ച ലിഫ്റ്റ് കുടുംബശ്രീ ലൈവ്ലിഹുഡ് ഇനിഷ്യേറ്റീവ് ഫോർ ട്രാൻസ്ഫോർമേഷൻ പദ്ധതിയുടെ ഭാഗമായാണ് ഇടമലക്കുടി പഞ്ചായത്തിലെ 100 അംഗങ്ങൾക്ക് വരുമാനമാർഗം ഉറപ്പാക്കാൻ തീരുമാനിച്ചത് മൃഗസംരക്ഷണം കൃഷി അനുബന്ധ പ്രവർത്തനങ്ങൾ തയ്യൽ യൂണിറ്റ് പെട്ടിക്കട മുള ഉൽപ്പന്നങ്ങൾ വനവിഭവങ്ങളുടെ ശേഖരണവും വിപണനവും തുടങ്ങിയ മേഖലകളിലാണ് വിവിധ കുടികളിലായി പഞ്ചായത്ത് നിവാസികൾക്ക് തൊഴിൽ ഒരുക്കുക മൃഗസംരക്ഷണ മേഖലയ്ക്ക് ഊന്നൽ നൽകി തദ്ദേശീയ ഇനത്തിൽപ്പെട്ട ആട് കോഴി വളർത്തൽ എന്നിവ പ്രോത്സാഹിപ്പിക്കും മത്സ്യം വളർത്താനുള്ള സൌകര്യങ്ങളും വികസിപ്പിക്കും ഇടമലക്കുടിയിൽ 36 അയൽക്കൂട്ടങ്ങളിലായി ഇപ്പോൾ എല്ലാ കുടുംബങ്ങളെയും കുടുംബശ്രീയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് സൊസൈറ്റി കുടിയിൽ ആരംഭിച്ച CDS ഓഫീസ് കേന്ദ്രീകരിച്ച് കുടിനിവാസികളായ 20 ആനിമേറ്റർമാർ പ്രവർത്തിക്കുന്നുണ്ട് കണ്ണൂർ ജില്ലയിലെ കോളയാട് ടൌണിന് സമീപം ജനവാസ കേന്ദ്രത്തിൽ കാട്ടുപോത്തിൻ കൂട്ടമിറങ്ങി വനംവകുപ്പും നാട്ടുകാരും പോത്തുകളെ കാട്ടിലേക്ക് തുരത്താനുള്ള ശ്രമത്തിലാണ് അന്താരാഷ്ട്ര മാധ്യമോത്സവം കേരള മീഡിയ കോൺക്ലേവ് ഇന്നു മുതൽ മറ്റന്നാൾ വരെ കാക്കനാട് കേരള മീഡിയ അക്കാദമി ക്യാമ്പസിൽ നടക്കും പരിപാടി ഇന്ന് വൈകിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും വനിതാ പ്രീമിയർ ലീഗ് ക്രിക്കറ്റിൽ ഇന്ന് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ മുംബൈ ഇന്ത്യൻസിനെ നേരിടും ബാംഗ്ലൂർ ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ രാത്രി 7:30-നാണ് മത്സരം ISLൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് ബംഗളൂരു FC പോരാട്ടം ബംഗളൂരു ശ്രീകണ്ഠീരവ സ്റ്റേഡിയത്തിൽ ഇന്ന് വൈകുന്നേരം 7:30-നാണ് മത്സരം 16 മത്സരങ്ങളിൽ 9 ജയത്തോടെ നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സ് 5ാം സ്ഥാനത്താണ് രഞ്ജി ട്രോഫി ക്രിക്കറ്റ് ടൂർണമെന്റ് സെമി ഫൈനൽ മത്സരങ്ങൾ പുരോഗമിക്കുന്നു ആദ്യ സെമിയിൽ മധ്യപ്രദേശിനെതിരെ ബാറ്റിംഗ് തെരഞ്ഞെടുത്ത വിദർഭ ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ 83 റൺസിന് 3 വിക്കറ്റ് എന്ന നിലയിലാണ് രണ്ടാം സെമിയിൽ മുംബൈയ്ക്കെതിരെ തമിഴ്നാടിന് ബാറ്റിംഗ് തകർച്ച സന്തോഷ് ട്രോഫി ഫുട്ബോൾ ഫൈനൽ റൌണ്ടിൽ കേരളം സർവീസസ് മത്സരം സമനിലയിൽ കേരളത്തിന് വേണ്ടി ഇ സജീഷും സർവീസസിനായി സമീർ മുർമുവുമാണ് ഗോളുകൾ നേടിയത് പ്രധാന വാർത്തകൾ വീണ്ടും പശ്ചിമബംഗാളിൽ 15,000 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികളുടെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർവഹിച്ചു തൊഴിൽ മേഖലയിൽ ഭാവി സാധ്യതകൾ മുന്നിൽ കണ്ട് ഉദ്യോഗാർത്ഥികൾ സ്വയം രൂപപ്പെടുത്തണമെന്ന് കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ കർഷകരുടെ അന്തസ്സ് ഉയർത്താനും വരുമാനം വർദ്ധിപ്പിക്കുന്നതിനുമുള്ള ഇടപെടലുകളാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നതെന്ന് മുഖാമുഖം പരിപാടിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസ്ഥാന സർക്കാർ ജീവനക്കാരുടെ ശമ്പളവും പെൻഷനും മുടങ്ങില്ലെന്ന് മന്ത്രി കെ എൻ ബാലഗോപാൽ സംസ്ഥാന വ്യാപകമായി പൾസ് പോളിയോ പ്രതിരോധ മരുന്ന് വിതരണം നാളെ വനിതാ പ്രീമിയർ ലീഗ് ക്രിക്കറ്റിൽ ഇന്ന് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ മുംബൈ ഇന്ത്യൻസിനെ നേരിടും ISLൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് ബംഗളൂരു FC പോരാട്ടം പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50-ന്